Good morning students. എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സാണ് നമ്മൾ QT തുടങ്ങിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ 1-2 കണക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ശ്രദ്ധിക്കുക കേട്ടോ. കണക്ക് ബോർഡിൻ്റെ മുകളിൽ എഴുതാം, എന്നിട്ട് നമുക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക എല്ലാവരും കേട്ടോ. നോക്കുക. ഇനി കോറിലേഷൻ അനാലിസിസ് ഇൻ എ correlation, third question ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. In a correlation analysis, in a correlation analysis of 13 pairs of 13 pairs of observations 13 pairs of observation of x and y അല്ലേ? അപ്പോൾ നമ്മൾ ഇൻ എ കോറിലേഷൻ അനാലിസിസ് 13 pairs of observation ആണ്. n is equal to 13 അല്ലേ? 13 pairs of observation x and y. The following values are the following values are obtained. The following values are obtained. Sum of the deviation of x and y, sum of the deviation of x and y, sum of the deviation of x and y എന്ന് പറയുന്നത് values are in the minus 117 and minus 260. പിന്നെ sum of the squares of the deviation of x, sum of the squares of deviation of x and y എന്ന് എഴുതിയിട്ട് values are 1313 and 6580. പിന്നെ sum of the product of deviation of deviations of product of the deviations of x and y values is എത്രയാണ്? is 2827. Next, find coefficient of correlation. Find coefficient of correlation. അപ്പോൾ ഇതാണ് നമുക്ക് കണക്ക് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിൽ എന്തൊക്കെ വാല്യൂസാണ് നമുക്ക് തന്നിരിക്കുന്നത് എന്നുള്ളത് ആദ്യം നമ്മൾ എഴുതുകയാണ് വേണ്ടത്. ഏതൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ എത്ര ഒബ്സർവേഷനാണ്? 10. ഇൻ എ കോറിലേഷൻ അനാലിസിസ് ഓഫ് 13 pairs of observation of x and y.
13 pairs ഓഫ് ഒബ്സർവേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ദി ഫോളോയിങ് വാല്യൂസ് ആർ ഒബ്റ്റെയിൻ. താഴെ പറയുന്ന വാല്യൂസ് ആണ് കിട്ടിയിരിക്കുന്നത്. സം ഓഫ് ദി ഡീവിയേഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വെച്ചിട്ടുണ്ടെങ്കിൽ സിഗ്മ എക്സ് വൈ ആണ്. അപ്പോൾ ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ ഡി എക്സും ഡി വൈയും വരും, ശ്രദ്ധിക്കണം. അപ്പം സം ഓഫ് ദി ഡീവിയേഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ദേ ആർ എന്ന് പറയുന്നത് -117ഉം -260യുമാണ്. പിന്നെ സം ഓഫ് ദി സ്ക്വയർ ഓഫ് ഡീവിയേഷൻ സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞിട്ട് സിഗ്മ ഡി എക്സ് സ്ക്വയർ എന്നൊക്കെ പറയുന്നത് എത്ര തന്നിട്ട് എക്സിൻ്റെയും വൈൻ്റെയും 1313ഉം 6580യും തന്നിട്ടുണ്ട്. പിന്നെ സം ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് ഡീവിയേഷൻ ഓഫ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് എക്സിൻ്റെയും വൈൻ്റെയും എന്താണ് ഏതവരെ സിഗ്മ ഡി എക്സ് ഇൻറ്റു ഡി വൈ എന്ന് പറഞ്ഞിട്ട് 2827 തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. അതിൽ നിന്ന് നമ്മളോട് കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് നമുക്ക് അവിടെ ആദ്യം എഴുതാം കേട്ടോ. അപ്പം തന്നിരിക്കുന്നത് എഴുതുക. എന്തൊക്കെയാണ് നമുക്ക് n ഈസ് ഈക്വൽ ടു, ഫസ്റ്റ് നമുക്ക് n എഴുതാം അല്ലേ. n സമം എന്ന് പറഞ്ഞിട്ട് എത്രയാണ് തന്നിരിക്കുന്നത് 13. n സമം എന്ന് പറഞ്ഞിട്ട് 13 തന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് സിഗ്മ ഡി എക്സ് എന്ന് പറഞ്ഞാൽ -117. സിഗ്മ ഡി എക്സ് എന്ന് പറഞ്ഞ് -117 തന്നിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഐറ്റം എന്താ തന്നിട്ടുണ്ട്, സിഗ്മ ഡി വൈ n സിഗ്മ ഡി എക്സ് സിഗ്മ ഡി വൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത്, സിഗ്മ ഡി വൈ എന്ന് പറഞ്ഞിട്ട് -216 തന്നിട്ടുണ്ട്, -260 തന്നിട്ടുണ്ട്. പിന്നെ സിഗ്മ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് എത്ര തന്നിട്ടുണ്ട്, 1313. നെക്സ്റ്റ് വൺ സിഗ്മ ഡി വൈ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്ര തന്നിട്ടുണ്ട്, 6580 തന്നിട്ടുണ്ട്. പിന്നെ സിഗ്മ ഡി എക്സ് ഡി വൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത്, 2827 തന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത് കേട്ടോ, ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് n ഈസ് ഈക്വൽ ടു 13, സിഗ്മ ഡി എക്സ് -117, സിഗ്മ ഡി വൈ എന്ന് പറഞ്ഞാൽ -260, സിഗ്മ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 1330, സിഗ്മ ഡി വൈ സ്ക്വയർ എന്ന് പറയുന്നത് 6580, സിഗ്മ ഡി എക്സ് ഡി വൈ എന്ന് പറഞ്ഞാൽ 2827. ഇനി നമുക്ക് സമവാക്യം എഴുതുക, അതിലെന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ശ്രദ്ധിക്കുക കേട്ടോ. എന്താ നമ്മുടെ സമവാക്യം, കോറിലേഷൻ കാണാനുള്ള സമവാക്യം പറയൂ. R ഈസ് ഈക്വൽ ടു n സിഗ്മ ഡി എക്സ് ഡി വൈ മൈനസ് സിഗ്മ ഡി എക്സ് ഇൻറ്റു സിഗ്മ ഡി വൈ ഡിവൈഡഡ് ബൈ √n സിഗ്മ ഡി എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ ഡി എക്സ് ഹോൾ സ്ക്വയർ √n സിഗ്മ ഡി വൈ സ്ക്വയർ മൈനസ് സിഗ്മ ഡി വൈ ദി ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ സമവാക്യം അല്ലേ. അപ്പോൾ എന്താ സമവാക്യം, n സിഗ്മ ഡി എക്സ് ഡി വൈ മൈനസ് സിഗ്മ ഡി എക്സ് ഇൻറ്റു സിഗ്മ ഡി വൈ ഡിവൈഡഡ് ബൈ √n സിഗ്മ ഡി എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ ഡി എക്സ് ഹോൾ സ്ക്വയർ √n സിഗ്മ ഡി വൈ സ്ക്വയർ മൈനസ് സിഗ്മ ഡി വൈ ദി ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഉള്ളത്, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് എന്നിൻ്റെ വാല്യൂ, ഓരോന്നിൻ്റെയും വാല്യൂസ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇത്ര മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ കേട്ടോ. 13 ഇൻറ്റു സിഗ്മ ഡി എക്സ് ഡി വൈ എന്ന് പറഞ്ഞാൽ എത്രയാണ് 2827 മൈനസ് സിഗ്മ ഡി എക്സ് ഇൻറ്റു സിഗ്മ ഡി വൈ, ഡി എക്സ് എന്ന് പറയുന്നത് എത്രയാണ്, മൈനസ് എത്രയാണ് 117, അതേ ഇൻറ്റു -260 -260. പിന്നെ വേണമെങ്കിൽ ഇത് ബ്രാക്കറ്റ് ഇട്ടുള്ളൂ, ഡിവൈഡഡ് ബൈ എന്താണ് n 13
ഇൻറ്റു സിഗ്മ ഡി എക്സ് സ്ക്വയർ എത്രയാണ് തന്നിരിക്കുന്നത് 1313 മൈനസ് സിഗ്മ ഡി എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞാൽ -117 അല്ലേ -117 ഹോൾ സ്ക്വയർ. ഇതേമാതിരി തന്നെ √13 ഇൻറ്റു സിഗ്മ ഡി വൈ സ്ക്വയർ എന്ന് പറയുന്നത് 6580 മൈനസ് എത്രയാണ് ഹോൾ സ്ക്വയർ വരിക 6580 മൈനസ് 260 ഹോൾ സ്ക്വയർ. ഇങ്ങനെയല്ലേ വരുന്നത്, ശ്രദ്ധിക്കുക കേട്ടോ. ഹോൾ സ്ക്വയർ. ഇനി നിങ്ങളിതിൻ്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്ത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക. ഇത് രണ്ടും കൂടി മൈനസും എന്താവും പ്ലസ് ആവും കേട്ടോ, ശ്രദ്ധിക്കുക. ഗുണിക്കുമ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. എന്നിട്ട് ഇത് തമ്മിൽ മൈനസ് ചെയ്യുക. അതേമാതിരി ഇതിൻ്റെയും വാല്യൂസ് നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.813. ഇതാണ് നമ്മുടെ വാല്യൂ വരിക. കാൽക്കുലേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 0.813 എന്നുള്ളതാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. ഇപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കും. അപ്പോൾ കോറിലേഷൻ കാണാൻ മനസ്സിലായല്ലോ. അപ്പം നമ്മൾ 2 മെത്തേഡാണ് അപ്പോൾ പഠിച്ചത് അല്ലേ. ആദ്യത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ എങ്ങനെയാണ് കാൾപിയേഴ്സൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് മെത്തേഡിൽ പഠിച്ചത് അല്ലേ. ഇനി സെക്കൻഡ് മെത്തേഡിൽ നമ്മളോട് ഏതെങ്കിലും വാല്യൂസ് ഒറിജിനായിട്ട് എടുത്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ മെത്തേഡിൽ ചെയ്തു. മനസ്സിലായല്ലോ. ഇനി ഒരു മെത്തേഡും കൂടി നമുക്ക് പറയാനുണ്ട്. മീൻ കണ്ടിട്ട് ആക്ച്വൽ മീൻ കണ്ടിട്ട് അതിൽ നിന്ന് കോറിലേഷൻ കാണാൻ പറയുന്ന ഒരു മെത്തേഡും കൂടിയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് അതിൻ്റെ വാല്യൂസ് ചെയ്യുക. സാധാരണ നമ്മളോട് വെറുതെ കോറിലേഷനാണ് പറഞ്ഞിട്ടുള്ളൂ വെച്ചെങ്കിൽ നമ്മൾ ഫസ്റ്റ് മെത്തേഡിൽ ചെയ്താൽ മതി. അതല്ല ഒറിജിൻ എടുത്ത് ചെയ്യണം, ഇന്ന വാല്യൂസാണ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത സെക്കൻഡ് മെത്തേഡ്. ഇനി നമ്മളോട് ആക്ച്വൽ മീൻ മെത്തേഡ് മീൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ എന്ന് പറയുമ്പോഴാണ് ഞാൻ പറയുന്ന ഈ തേർഡ് മെത്തേഡ് പ്രകാരം നിങ്ങൾ ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമ്മൾക്ക് ആദ്യം ഇക്വേഷൻ എഴുതാം. വി ക്യാൻ ടേക്ക് ഡീവിയേഷൻ ഫ്രം ഇഫ് വി ക്യാൻ ടേക്ക് ഡീവിയേഷൻ ഫ്രം actual mean then മീനിൽ നിന്നാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് വെച്ചെങ്കിൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ സമം എക്സ് മൈനസ് എക്സ് ബാർ. മനസ്സിലാവുന്നല്ലോ. ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്, സിഗ്മ എക്സ് ബൈ എൻ മീനാണ്. ആൻഡ് ഡി വൈ സമം y മൈനസ് വൈ ബാർ. ഡി വൈ എങ്ങനെ കാണുക, y മൈനസ് വൈ ബാർ. സോ ദാറ്റ് സിഗ്മ ഡി എക്സ് ഈസ് ഈക്വൽ ടു 0. നെക്സ്റ്റ് സിഗ്മ ഡി വൈ ഈസ് ഈക്വൽ ടു 0. Then the formula becomes sigma dx dy divided by root of sigma dx square root of sigma dy square. അപ്പം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമുക്കിവിടെ പറയാനുള്ളത് ഇഫ് വി ക്യാൻ ടേക്ക് ഡീവിയേഷൻ ഫ്രം ആക്ച്വൽ മീൻ,
നമ്മളോട് ഡീവിയേഷൻ ആക്ച്വൽ മീനിലാണ് ചെയ്യാൻ, നമ്മളോട് ഇന്ന വാല്യൂ അസ്യൂം ചെയ്യുക എന്നല്ല പറയുന്നത്, ആക്ച്വൽ മീനിലാണ് നമ്മളോട് ഡീവിയേഷൻ എടുക്കാൻ പറയുന്നത് വെച്ചെങ്കിൽ ദെൻ ഡി എക്സ് കാണാനുള്ള സമവാക്യം ഡി എക്സ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് ബാർ എന്നും ഡി വൈ സമം എന്ന് പറയുന്നത് എത്രയാണ് വൈ മൈനസ് വൈ ബാറുമാണ് വരിക. സോ ദാറ്റ് സിഗ്മ ഡി എക്സ് ഈസ് ഈക്വൽ ടു 0, സിഗ്മ ഡി വൈ ഈസ് ഈക്വൽ ടു 0. then the formula become, ഫോർമുല എന്ന് പറയുന്നത് കോറിലേഷൻ കാണാനുള്ള ഇക്വേഷൻ ആണ് സിഗ്മ ഡി എക്സ് ഡി വൈ ഡിവൈഡഡ് ബൈ സിഗ്മ ഡി എക്സ് സ്ക്വയർ ഇൻറ്റു സിഗ്മ ഡി വൈ സ്ക്വയർ. അപ്പോൾ ഇക്വേഷൻ നന്നായിട്ട് പഠിക്കുക. നമ്മൾ ആക്ച്വൽ മീൻ ഉപയോഗിച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്നുണ്ടെങ്കിലാണ് ഈ സമവാക്യം വരിക കേട്ടോ. അപ്പോൾ എന്താ നമ്മുടെ ഇക്വേഷൻ വരുന്നത്? സിഗ്മ ഡി എക്സ് ഡി വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ ഡി എക്സ് സ്ക്വയർ ഇൻറ്റു സിഗ്മ ഡി വൈ സ്ക്വയർ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ കണക്ക് ചെയ്യാം കേട്ടോ. Find the coefficient of correlation. Find the coefficient of correlation. Coefficient of correlation. Find the coefficient of correlation from the actual mean method. അപ്പം find the coefficient of correlation from the ആക്ച്വൽ മീൻ മെത്തേഡിൽ നമ്മളോട് കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാണാൻ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം കണക്ക് എഴുതാം, എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ശ്രദ്ധിക്കുക, ആക്ച്വൽ മീൻ മെത്തേഡ് ശ്രദ്ധിക്കുക. എക്സ് വൈ ഇപ്പുറത്ത് എഴുതാം, നമുക്കിവിടെ സ്പേസ് തികയുന്നുണ്ടാവില്ല, ശ്രദ്ധിക്കാം. അതിൽ എഴുതാനുള്ളത് എക്സ് എഴുതാണ്ട് വൈ, എക്സ് എഴുതണം പിന്നെ വൈ എഴുതണം കേട്ടോ. ചോട്ടിലേക്കായിട്ട് നമുക്ക് എഴുതാം 12, 20, 15, 22, 18, 24, 20, 12, 15, 22. പിന്നെ വൈ എന്ന് പറഞ്ഞിട്ട് 30, 35, 28, 36, 29, 39, 30, 25, 30, 38. ഇങ്ങനെയാണ് വാല്യൂസ് തന്നിരിക്കുന്നത്. എക്സും വൈയും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഇതിൻ്റെ ടോട്ടൽ ചെയ്യുക, ഇതിൻ്റെയും ടോട്ടൽ കാണുക, രണ്ടിൻ്റെയും ടോട്ടൽ ഫിഗർ കാണുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 180 ആണ് വരിക, 180. മറ്റേതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 320 ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഇതിൽ നിന്ന് ആദ്യം എക്സ് ബാർ കാണണം. എക്സ് ബാർ കാണാനുള്ള സമവാക്യം എന്താണ്? എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ എന്നുള്ളതാണ്. എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ്. എക്സ് ബാർ സമം സിഗ്മ എക്സ് ബൈ എൻ. അപ്പോൾ സിഗ്മ എക്സ് പറഞ്ഞാൽ എക്സിൻ്റെ ടോട്ടലിനെയാണ് സിഗ്മ എക്സ് എന്ന് പറയുന്നത് 180.
n എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 7 8 9 10 എണ്ണല്ലേ ഉള്ളത്. അപ്പോൾ ബൈ 10 സമം 18. ഇനി നെക്സ്റ്റ് വൺ y ബാർ. y ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ y ബൈ n. സിഗ്മ y എന്ന് പറഞ്ഞാൽ 320 ഡിവൈഡഡ് ബൈ n എന്ന് പറഞ്ഞാൽ 10 സമം 32. കറക്റ്റായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എത്രയ്ക്ക് കിട്ടി? 18ഉം കിട്ടി. നമുക്ക് 32 ആണ് സിഗ്മ എക്സും സിഗ്മ വൈയും ഇവിടെ കിട്ടിയത്. ഇനി നമ്മൾ അടുത്ത കോളത്തിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അടുത്ത കോളം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി എന്താണ് ചെയ്യേണ്ടത്? ഡി എക്സും ഡി വൈയും കാണണം അല്ലേ. അപ്പോൾ ഡി എക്സ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി കാണേണ്ടത് ഡി എക്സ് എങ്ങനെയാണ്? എക്സ് മൈനസ് എക്സ് ബാർ. ഇതല്ലേ നമ്മുടെ സമവാക്യം. ഡി എക്സ് കാണാനുള്ള സമവാക്യം എക്സ് മൈനസ് എക്സ് ബാർ. ഇവിടെ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് 18 ആണ്. അപ്പോൾ എക്സ് മൈനസ് 18. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 30ൽ നിന്ന് ആദ്യം നമ്മൾ എത്ര കുറയ്ക്കണം? 18 അല്ലേ. നമ്മുടെ ഇവിടെ വാല്യൂസ് വരുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ ഡി എക്സ് എന്ന് പറഞ്ഞാൽ 30 അല്ല കേട്ടോ, ശ്രദ്ധിക്കുക, തെറ്റിപ്പോയി പറഞ്ഞത്. 12 ആണ് വരുന്നത് കേട്ടോ. കാരണം എക്സ് അല്ലേ നമ്മൾ നോക്കണം, ഡി എക്സ് അല്ലേ കാണുന്നത്. ആ 12 ആണ്. 12 മൈനസ് 18 അപ്പോൾ എത്ര വന്നു? -6 അല്ലേ. പിന്നെ എന്താ പറയുക? 20 മൈനസ് 18 പറഞ്ഞാൽ +2 അങ്ങനെയാണ് വരിക, ശ്രദ്ധിക്കുക. പിന്നെ -3 +4 0 18 മൈനസ് 18 0 +6 +2 നെക്സ്റ്റ് -6 -3 നെക്സ്റ്റ് 1 +4 ഇങ്ങനെയാണ് കുറയ്ക്കുമ്പോൾ സംഖ്യകൾ വരിക. നെക്സ്റ്റ് കോളം ഡി വൈ. ഡി വൈ എന്ന് പറഞ്ഞാൽ y മൈനസ് y ബാർ. y മൈനസ് 32. വൈയിൽ നിന്ന് 32 ആണ് ഇവിടെ മൈനസ് ചെയ്യാനുള്ളത്. അപ്പോൾ 32 മൈനസ് ചെയ്യുമ്പോൾ വരുന്ന വാല്യൂ ശ്രദ്ധിക്കുക. -2 പിന്നെ +3 -4 +4 -3 നെക്സ്റ്റ് +7 പിന്നെ -2 -7 -2 +6 ഇങ്ങനെയാണ് ഡി വൈയുടെ വാല്യൂസ് വരുന്നത്. -3 -+7 -2 -7 -2 +6 ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് കോളം ഡി എക്സ് ഇൻറ്റു ഡി വൈ. ഇത് രണ്ടും കൂടി നിങ്ങൾ മൈനസും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എന്താവും? പ്ലസ് ആവും കേട്ടോ. അപ്പോൾ വരുന്ന വാല്യൂസ് 12 6 12 16 0 42 -4 42 -4 42 6 24 -2 ഇൻറ്റു +2 പ്ലസ്സും മൈനസും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എന്താവും? മൈനസ് കേട്ടോ. അങ്ങനെയാണ് അവിടെ -4 വന്നത് കേട്ടോ. നെക്സ്റ്റ് കോളം ഡി എക്സ് സ്ക്വയർ ഡി വൈ സ്ക്വയർ. അപ്പോൾ ഡി എക്സ് സ്ക്വയറിൽ നമുക്ക് എഴുതാനുള്ളത് ഇതിൻ്റെയൊക്കെ സ്ക്വയർ കാണാം. -6ൻ്റെ സ്ക്വയർ പറഞ്ഞാൽ 36 4 9 16 16 200 എത്ര വരിക? 16 9 16 0 36 4 36 9 16 ഇങ്ങനെയാണ് ഡി എക്സ് സ്ക്വയർ വരുന്നത് കേട്ടോ. 36 4 9 16 0 36 4 36 9 16. പിന്നെ ഇനി അടുത്ത ഡി വൈ സ്ക്വയർ എന്ന് പറയുന്നത് 4 അതിൻ്റെയൊക്കെ സ്ക്വയർ കണ്ടോളൂ. എവിടെ വൈഡ? -2 ഇൻറ്റു 4 9 16 16 16 9 49 4 49 4 36 ഇങ്ങനെയൊക്കെയാണ് ഡി വൈ സ്ക്വയർ വരുന്നത്. ഇത്രയൊക്കെയാണ് വാല്യൂ. ഇതിൻ്റെയൊക്കെ നമ്മൾ ടോട്ടൽ കാണുക. ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ ഡി എക്സിൻ്റെ ടോട്ടൽ നമ്മൾ എങ്ങനെ 0 ആണ് വരുന്നത്. എങ്ങനെയാണ് ഡി എക്സിൻ്റെ ടോട്ടൽ കാണുക?
മൈനസൊക്കെ കൂടി കൂട്ടുക, പ്ലസ് കൂട്ടുക, വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടുക അല്ലേ. പ്ലസ് വരുന്നതൊക്കെ കൂടി കൂട്ടുന്നു, മൈനസ് വരുന്നതൊക്കെ കൂടി കൂട്ടുന്നു. ഏതാണോ വലുത് വെച്ചെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം എന്താ വെച്ചെങ്കിൽ ഇടുക. അതുപോലെ ഡി വൈയും അതേമാതിരി തന്നെ നമ്മൾ എന്താ വെച്ചെങ്കിൽ കുറച്ചിട്ട് ചിഹ്നം ഇടുകയാണ് വേണ്ടത്. ഇതും ഇത് കൂട്ടിയിട്ട് ഇതൊക്കെ കൂടി കൂട്ടിയിട്ട് ഈ 4 മാത്രം കുറയ്ക്കുക. 4 മാത്രമാണ് ഇവിടെ മൈനസ് വരുന്നത് കേട്ടോ, അത് കുറയ്ക്കുക. അപ്പം ഇവിടെ വരുന്ന ടോട്ടൽ 156. നെക്സ്റ്റ് വരുന്ന ടോട്ടൽ എന്ന് പറയുന്നത് 116. നെക്സ്റ്റ് വരുന്ന ടോട്ടൽ 196. ഇങ്ങനെയൊക്കെയാണ് വാല്യൂസ് വരുന്നത്. ശ്രദ്ധിക്കുക. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സമവാക്യം എഴുതുകയാണ് വേണ്ടത് കേട്ടോ. അത് എഴുതാൻ ഞാൻ എഴുതുകയാണ്, ശ്രദ്ധിക്കുക. R സമം എന്താ സമവാക്യം? നമ്മുടെ സിഗ്മ ഡി എക്സ് ഡി വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ ഡി എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ ഡി വൈ സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ ഡി എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ ഡി വൈ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഉള്ളത്. അപ്പം സിഗ്മ ഡി എക്സ് ഡി വൈ എന്ന് പറഞ്ഞാൽ 156 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് 166 ഡി വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് 196. 166ഉം 196ഉമാണ് വരിക. അപ്പം ആൻസർ എന്ന് പറയുന്നത് 0.87. ഇതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇതാണ് നമ്മുടെ ഏത് മെത്തേഡ്? ആക്ച്വൽ മീൻ മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതിൻ്റെ ഒരു കണക്കും കൂടി നമുക്ക് ഈ ക്ലാസ്സിൽ ചെയ്യാം, ശ്രദ്ധിക്കുക കേട്ടോ. നെക്സ്റ്റ് ഒരു കണക്ക് കൂടി ഇതിൻ്റെ നമുക്ക് ആക്ച്വൽ മീൻ മെത്തേഡിൽ വരുന്ന ഒരു കണക്കും കൂടി കണക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, ബോർഡിൻ്റെ മുകളിലോട്ട് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എഴുതുന്നുണ്ട്. സം ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് the deviation of the variables x and y from their respective means is means is 1320 and sum of the squares of deviation sum of the squares of deviation of x and y variable from their respective means are എന്ന് പറയുന്നത് respective means are എന്ന് പറഞ്ഞിട്ട് 628 and 3720. Find the coefficient of
coefficient of correlation. Find the coefficient of correlation. ഇതാണ് നമ്മുടെ കണക്ക് കേട്ടോ, ശ്രദ്ധിക്കുക. അപ്പോൾ എന്താ പറയുന്നത് വെച്ചെങ്കിൽ തന്നിരിക്കുന്ന വാല്യൂസ് എഴുതുക, എന്നിട്ട് നമ്മൾ സമവാക്യത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിതിൽ തന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. സം ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ തുക അല്ലേ, ഓഫ് ദി ഡീവിയേഷൻ രണ്ടും കൂടി ഇൻഡ്യൂ ചെയ്തത് സം ഇൻഡ്യൂ പ്രോഡക്റ്റിൻ്റെ പറഞ്ഞാൽ ഇൻഡ്യൂ ചെയ്തതിൻ്റെ സം എന്ന് പറയുന്നത് എക്സിൻ്റെയും വൈൻ്റെയും എത്രയാണ് 1320. അപ്പോൾ ഇൻഡ്യൂ ചെയ്ത മൾട്ടിപ്ലൈ ചെയ്ത പ്രോഡക്റ്റാണ്. അപ്പോൾ പ്രോഡക്റ്റാണ് എന്ത് പറയുന്നത് 1320 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡീവിയേഷനുമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഡി വന്നു അല്ലേ. അപ്പോൾ സിഗ്മ ഡി എക്സ് ഡി വൈ എന്ന് പറയുന്നത് 1320. നെക്സ്റ്റ് സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി ഡീവിയേഷൻ ഓഫ് എക്സ് സ്ക്വയർ, അതും ഡീവിയേഷൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എക്സിൻ്റെ എന്ന് പറയുന്നത് 628 വൈയുടെ എന്ന് പറയുന്നത് 3720 തന്നിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ എന്ത് എഴുതണം, റൂട്ട് ഓഫ് സിഗ്മ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ് വരിക 628. പിന്നെ റൂട്ട് ഓഫ് സിഗ്മ ഡി വൈ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത് 3720. നമുക്ക് ഇത്ര തന്നിട്ടുണ്ട്. ഇനി ആ സമവാക്യത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി കേട്ടോ. അപ്പോൾ എന്താ നമ്മുടെ സമവാക്യം, നമ്മുടെ ഇക്വേഷൻ എന്താണ്, സിഗ്മ ഡി എക്സ് ഡി വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ ഡി എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ ഡി വൈ സ്ക്വയർ. ഇതാണ് നമ്മുടെ സമവാക്യം. അപ്പം ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ. എങ്ങനെയൊക്കെയാണ് വാല്യൂസ് നമ്മളോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് പറയൂ. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡി എക്സ് ഡി വൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്രയോടെ തന്നിരിക്കുന്നത്, ഡി എക്സ് ഡി വൈ എന്ന് പറയുന്നത് 1320 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്, റൂട്ട് ഓഫ് 628 റൂട്ട് ഓഫ് എത്ര വന്നു, റൂട്ട് ഓഫ് 628 ഡി വൈ സ്ക്വയർ എന്ന് പറയുന്നത് 3720 കേട്ടോ. 1320 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 628 റൂട്ട് ഓഫ് 3720 ആണ് വരിക. അപ്പോൾ അതിൻ്റെ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് റൂട്ട് കാണുക, അത് ഇൻറ്റു ചെയ്യുക. അവിടെ ഇൻറ്റു എന്നുള്ളതാണ് ചിഹ്നമായിട്ട് വരിക കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.86 ആണ് വരിക. ഇത്രയാണ് നമ്മുടെ എന്ത് ചെയ്യാനുള്ളത്, കോറിലേഷനിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ ഈ 3 മെത്തേഡിൽ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന മെത്തേഡ് ഒന്നും സാധാരണ എക്സാമിന് ചോദിക്കാറില്ല. കാൽക്കുലേറ്റ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് മാത്രമേ പറയാറുള്ളൂ. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മെത്തേഡിലേക്കൊന്നും പോകണ്ട, വളരെ സിമ്പിളായ ആദ്യത്തെ മെത്തേഡിൽ ചെയ്താൽ മതി. അതല്ല ഇന്ന മെത്തേഡ് ചെയ്യണം, ഒറിജിൻ എടുത്തിട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടാമത് പഠിച്ചിട്ട് ചെയ്യാം. പിന്നെ ആക്ച്വൽ മീൻ മെത്തേഡാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ മെത്തേഡ് പ്രകാരം, ഇന്നെടുത്ത മെത്തേഡ് പ്രകാരം ചെയ്യാം. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് എന്നുള്ളൊരു ചെറിയ ടോപ്പിക്കും കൂടി ഇതിൽ പറയാനുണ്ട് കേട്ടോ. അത് എപ്പോഴും ചോദിക്കുന്നതാണ്, തിയറി ചോദിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വെൽ ഡിഫൈൻഡ് ഫോർമുലയാണ്. പിന്നെ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ഈസ് എ പ്യുവർ നമ്പറാണ്. ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ്. ഇറ്റ് ലൈസ് ബിറ്റ്വീൻ ഇൻ ദ വാല്യൂസ് ഓഫ്, നമ്മൾ പറഞ്ഞു -1ൻ്റെയും +1ൻ്റെയും ഇടയിലാണ് അതിൻ്റെ വാല്യൂസ് വരുന്നത്. കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെഫറൻസ് ടു ചേഞ്ച് ഓഫ് ഒറിജിനലും ചേഞ്ച് ഓഫ് സ്കെയിലൊക്കെ വ്യത്യാസം വന്നാലും കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൽ യാതൊരു തരത്തിലുള്ള ചേഞ്ചും വരുന്നില്ല. അപ്പോൾ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ഡസ് നോട്ട് ചേഞ്ച് ചെയ്യുന്നില്ല with a reference to change in the origin or reference to change in the scale. പിന്നെ കോഎഫിഷ്യൻറ്റ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഈസ് സെയിം ആസ് ദ ബിറ്റ്വീൻ വൈ ആൻഡ് എക്സ്. എക്സ് ആൻഡ് വൈ എലിമെൻറ്റിലെ വൈ ആൻഡ് എക്സ് എലിമെൻറ്റിലെ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പം നമ്മൾ പറയുന്നത്, അതിൻ്റെ പ്രോപ്പർട്ടീസായിട്ട് പറയുന്നത് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ഹാസ് എ വെൽ ഡിഫൈൻഡ് ഫോർമുല.
ഇറ്റ് ഈസ് എ പ്യുവർ നമ്പർ, ഇറ്റ് ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് +1. പിന്നെ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെഫറൻസ് ടു ചേഞ്ച് ഇൻ ദി ഒറിജിൻ ഓഫ് സ്കെയിൽ. പിന്നെ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ബിറ്റ്വീൻ x ആൻഡ് y ആൻഡ് x ആർ ദി സെയിം. അപ്പോൾ ഇതുവരെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ കോറിലേഷൻ എന്നുള്ള ടോപ്പിക്കാണ് എടുത്തു കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത്, വട്ട് ഈസ് മെൻ ബൈ കോറിലേഷൻ? കോറിലേഷൻ റെഫേഴ്സ് ടു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് അല്ലേ. അപ്പോൾ അതിൽ 3 മെത്തേഡിലുള്ള കണക്കാണ് അപ്പോൾ ഞാൻ ചെയ്തു തന്നത്. കാൾ പിയേഴ്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനിൽ നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ സാധാരണ മെത്തേഡ് r is equal to n sigma xy minus sigma x into sigma y divided by root of n sigma x square minus sigma x whole square into root of n sigma y square minus sigma y whole square അല്ലേ. അത് ഇനി ഒറിജിൻ ഇന്ന വാല്യൂസ് എടുത്തിട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ n ഇൻറ്റു സിഗ്മ ഡി എക്സ് ഡി വൈ അല്ല അങ്ങനത്തെ ഇക്വേഷൻ വന്നു. പിന്നെ നമ്മൾ അസ്യൂംഡ് മീൻ മെത്തേഡോ ഇന്ന മീൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം, ആക്ച്വൽ മീൻ എത്രയാണോ നോക്കിയിട്ട് വേണം ചെയ്യുമ്പോൾ നമ്മൾ എക്സ് മൈനസ് എക്സ് ബാർ കാണുന്നു, മറ്റേത് കാണുമ്പോൾ y മൈനസ് വൈ ബാർ. എന്നിട്ടുള്ള ഇക്വേഷൻ എന്താണ്? സിഗ്മ ഡി എക്സ് ഡി വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ ഡി എക്സ് സ്ക്വയർ ഇൻറ്റു സിഗ്മ ഡി വൈ സ്ക്വയർ. ഇത്രയും ഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം നമ്മുടെ കോറിലേഷനിൽ ആദ്യത്തെ ടോപ്പിക്ക് കഴിഞ്ഞു, കോറിലേഷൻ എന്നുള്ള ടോപ്പിക്ക് കഴിഞ്ഞു. കഴിഞ്ഞിട്ടില്ല, കാൾ പിയേഴ്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് പ്രോബബിൾ എറർ എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു ടോപ്പിക്ക് പറയാനുണ്ട്. അത് കഴിഞ്ഞാൽ റാങ്ക് കോറിലേഷനും കൂടി എടുക്കാനുണ്ട് കേട്ടോ. അതുകൂടി കഴിഞ്ഞാലാണ് നമ്മൾ ഈ ചാപ്റ്റർ കഴിയുള്ളൂ. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രോബബിൾ എറർ എടുക്കാം. ശരി, ഓക്കെ.